കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തി. നവാഗതരെ പേരെഴുതിയ ബാഡ്ജും കിരീടവും നൽകി സ്വീകരിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞയെടുത്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് KG രജീഷ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. വിത്ത് പന്തേറിന്റെ കിറ്റുകളുടെ വിതരണം കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ CD സിബി, TK പത്മനാഭൻ, പ്രനില ഗിരീശൻ, MM ഗോപാലൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ, പ്രധാന അധ്യാപിക MK ഡൈനി, SMC ചെയർമാൻ രാജലക്ഷ്മി, സീനിയർ അധ്യാപിക MV ഗീത എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവ ഗാനത്തിനനുസരിച്ച് കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് വേറിട്ട കാഴ്ചയായി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഏറ്റവും മൂർത്തമായ സാഹചര്യങ്ങളിൽ ഞങ്ങളും നിങ്ങളും ഒക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഉയർന്ന നിലവാരത്തിലുള്ള സ്കൂളുകളും അതുപോലെ തന്നെ വിവര വൈജ്ഞാനിക മേഖലകളിൽ നമ്മുടെ കുട്ടികൾ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ക്ലാസ് റൂമുകളും വിദ്യാഭ്യാസ രംഗവും മാറ്റാനായിട്ട് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രക്ഷിതാക്കളുടെ ഇതേ പ്രാതിനിധ്യം അടുത്ത നമ്മളുടെ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടായാൽ കുറേ കൂടി കളറാക്കാം. അതുപോലെ നമ്മൾ രക്ഷിതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതോറും നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള നിലവാരം ഒന്നുകൂടി ഉയരും, അവരുടെ ശ്രദ്ധ കുറെ കൂടും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ഈ ഉദ്ഘാടന ചടങ്ങ് പോലും എങ്ങനെ നടത്തണമെന്നുള്ള പ്രോട്ടോകോൾ നമുക്ക് നിർദ്ദേശം തന്നിരിക്കണം. അപ്പോൾ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ അധിക സമയമെടുക്കാതെ അല്പം മാത്രം സംസാരിച്ചുകൊണ്ട് സന്തോഷകരമായ കലാപരിപാടികളൊക്കെ നടത്തി